ما أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا ما أصابك നിങ്ങൾക്ക് ബാധിക്കുന്ന മിൻ ഹസനത്തിൻ എന്ത് നല്ല അവസ്ഥയായിരുന്നാലും ഫമിനല്ലാഹ് അത് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ളതാകുന്നു വമാ അസ്വാബക മിൻ സയ്യിഅ നിങ്ങൾക്ക് ബാധിക്കുന്ന എന്ത് മോശമായ അവസ്ഥയും ഫമിൻ നഫ്സിക് അത് നിങ്ങളുടെ തന്നെ ഭാഗത്ത് നിന്നുമാകുന്നു വഅർസൽനാക ലിന്നാസി റസൂലാ അല്ലയോ നബിയെ നാം താങ്കളെ മുഴുവൻ ജനങ്ങൾക്കും ദൂതനായി നിയോഗിച്ചിരിക്കുന്നു വകഫാ ബില്ലാഹി ഷഹീദാ സാക്ഷിയായിട്ട് അല്ലാഹു തന്നെ മതി മൻ യുതിഇർ റസൂൽ ആരെങ്കിലും പ്രവാചകനെ വഴിപ്പെട്ടാൽ ഫഖദ് അതാഅ അല്ലാഹ് അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു വമൻ തവല്ല ആരെങ്കിലും മുഖം തിരിച്ച് നടന്നാൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ നാം താങ്കളെ അവരുടെ മേൽ സൂക്ഷിപ്പുകാരനായി നിയോഗിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ ആദ്യമായി മനുഷ്യർക്കുണ്ടാകുന്ന അവസ്ഥകളെ പറ്റി വിവരിക്കുകയാണ്. നമുക്ക് രണ്ടു തരം അവസ്ഥകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് അനുകൂലമായ അവസ്ഥകൾ, ആരോഗ്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, പുരോഗതി. മറ്റൊന്ന് നമ്മൾ ഇഷ്ടപ്പെടാത്ത നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥകളും സംജാതമാകും. രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് അവസ്ഥകളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനെ തുടർന്ന് നാം സ്വീകരിക്കേണ്ട വിശ്വാസവും ബോധവും മാർഗവും എന്തായിരിക്കണമെന്ന് വിവരിക്കുകയാണ്. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു അതെല്ലാം പടച്ചവൻ്റെ ഔദാര്യമാണ്, കൃപയാണ്, കാരുണ്യമാണ്. പിന്നെ ഞാൻ സമ്പാദിച്ചത്, ഞാൻ പഠിച്ചത്, ഞാൻ മരുന്ന് കഴിച്ചുണ്ടാക്കിയത് എന്നെല്ലാം പറയുന്നല്ലോ. ആ സമ്പാദ്യത്തിന് ശേഷി നൽകിയത് ആരാണ്? ആ പഠിക്കാൻ കഴിവ് നൽകിയത് ആരാണ്? ആ മരുന്നിനെ ഫലവത്താക്കിയത് ആരാണ്?
രണ്ടാളുകൾ മരുന്ന് കഴിക്കുന്നു, ഓരോ രോഗം ഓരോ മരുന്ന്. ഒരാൾ ആരോഗ്യവാനായി പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നു, വേറൊരാൾ, അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി ബന്ധുക്കൾ ദുഃഖിച്ച് മടങ്ങുന്നു. എത്രയോ ആളുകൾ പഠിക്കാൻ അധ്വാനിക്കുന്നു, പലർക്കും സാധിക്കുന്നില്ല. ചിലരാകട്ടെ അതിൽ വിജയത്തിൽ മുത്തമിടുന്നു. അതുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും, നിങ്ങളുടെ എല്ലാ മേന്മകളും മഹത്വങ്ങളും അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്. മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ഭൗതിക അനുഗ്രഹങ്ങളും പാരത്രിക അനുഗ്രഹങ്ങളും എല്ലാം അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്, കൃപയാണ്, കാരുണ്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മാ അഹദുൻ യദ്ഖുലുൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ലാഹ് ഖീല വലാ അന്ത ഖാല വലാ അന മുത്തഫഖുൻ അലൈഹി. ഒരു മനുഷ്യനും പടച്ചവന്റെ കരുണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ചോദിക്കപ്പെട്ടു, അല്ലാഹുവിൻ്റെ ദൂതരെ അങ്ങുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഞാനും അല്ലാഹുവിൻ്റെ കൃപയും കാരുണ്യവും കൊണ്ടല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക. രണ്ടാമതായി അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിക്കുമോ അതെല്ലാം നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക. നിങ്ങൾക്കുണ്ടാകുന്ന നാശങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അതെല്ലാം നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ്, ദൂഷ്യങ്ങൾ കാരണമായിട്ടാണ്. ആ ദൂഷ്യങ്ങൾ രണ്ട് തരമാണ്. ഒന്ന്, നിങ്ങൾ നമസ്കരിച്ചില്ല, അല്ലാഹു തആല അതിൻ്റെ പേരിൽ എന്തെങ്കിലും തിരിച്ചടി നൽകി. അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചില്ല, അങ്ങനെ നിങ്ങൾക്ക് പനി പിടിച്ചു, രോഗമുണ്ടായി. ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ കാരണത്തെ നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം. വേറെ ഒന്ന്, നിങ്ങൾക്ക് കാരണം മനസ്സിലാവുകയില്ല, നിങ്ങൾ വളരെ സൂക്ഷിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും നാശങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചു, അതിനെപ്പറ്റി നിങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കണം. ഏതോ പാപം കാരണം നിങ്ങൾക്കുണ്ടായ പടച്ചവന്റെ ഉണർത്തലാണത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾക്ക് ബാധിക്കുന്ന ഓരോ നാശങ്ങളും നഷ്ടങ്ങളും അതിലൂടെ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. നിങ്ങൾക്ക് ബാധിക്കുന്ന നിങ്ങളെ തറയ്ക്കുന്നൊരു മുള്ള്, അതും അതിലൂടെയും അല്ലാഹു നിങ്ങൾക്ക് പാപമോചനം നൽകുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും വീഴ്ച പടച്ചവൻ മാപ്പാക്കി തരുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലാ തുസീബു അബ്ദൻ നുഖ്ബത്തുൻ ഫമാ ഫൗഖഹാ വമാ ദൂനഹാ ഇല്ലാ ബിദംബിൻ വമാ യഅഫു അക്സർ. റവാഹു തിർമിദി. ഒരു ദാസനെ ബാധിക്കുന്ന മുറിവും അതിനേക്കാളും കൂടിയ കാര്യങ്ങളും അതിനേക്കാളും കുറഞ്ഞ കാര്യങ്ങളും അവൻ്റെ പാപം കാരണമായിട്ടാണ്. പക്ഷെ അല്ലാഹു ധാരാളം കാര്യങ്ങളെ മാപ്പാക്കുന്നുമുണ്ട്. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹു ധാരാളം കാര്യങ്ങൾ മാപ്പാക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുടെ മേലും നിങ്ങളെ പിടികൂടിയാൽ
ഈ ലോകത്ത് ഒരു ജീവിയും അവശേഷിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ കാരണം നിങ്ങൾ നിങ്ങളിൽ തന്നെ തേടേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരുത്താൻ അതിലൂടെ പ്രേരണ ലഭിക്കുന്നതാണ്. وَأَرْسَلْنَاكَ لِلنَّاسِ رَسُولًا وَكَفَى بِاللَّهِ شَهِيدًا. അവസാനമായി അല്ലാഹു പറയുന്നു, പ്രിയപ്പെട്ട പ്രവാചകരെ മുഹമ്മദ് മുസ്തഫ, നാം താങ്കളെ മുഴുവൻ ജനങ്ങൾക്കും ദൂതനായി നിയോഗിച്ചിരിക്കുന്നു. അറബികൾക്കും അനറബികൾക്കും ഇന്നുള്ളവർക്കും ലോകാവസാനം വരെയുമുള്ളവർക്കും മുഴുവൻ മനുഷ്യർക്കും പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. വഅർസൽനാക ലിന്നാസി റസൂലാ. ഈ ആയത്ത് തെളിവാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ നബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആർക്കും പ്രവാചകത്വം നൽകപ്പെടുന്നതല്ല. وَأَرْسَلْنَاكَ لِلنَّاسِ رَسُولًا وَكَفَى بِاللَّهِ شَهِيدًا. താങ്കളുടെ പ്രവാചകത്വത്തിന് സാക്ഷിയായി അള്ളാഹു തന്നെ മതി. അള്ളാഹു ധാരാളം സജ്ജീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗത്ത് അള്ളാഹു തന്നെ അറിയിക്കുന്നു താങ്കൾ അവസാനത്തെ നബിയാണെന്ന്. മറുഭാഗത്ത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ താങ്കളുടെ മഹനീയമായ ജീവിതം എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ കൊണ്ട് താങ്കളുടെ പ്രവാചകത്വം സമർത്ഥിച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. വഅർസൽനാക ലിന്നാസി റസൂലൻ വകഫാ ബില്ലാഹി ഷഹീദാ. ഇതിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കലുമുണ്ട്. അള്ളാഹു താങ്കൾക്ക് സാക്ഷിയായി മതി. വേറെ ആര് അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, താങ്കളതിൽ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിനോട് ചേർന്ന് താങ്കളുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കുന്നു. സുമനസ്സുകൾ, സൗഭാഗ്യവാന്മാർ, ഇരുലോക വിജയികൾ. ആരെങ്കിലും താങ്കളുടെ പ്രവാചകത്വത്തെ അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു, നിസ്സാരമാക്കുന്നു, താങ്കളതിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ കുറ്റം അവർക്ക് തന്നെയാണ്, അതിൻ്റെ നാശം അവർക്ക് തന്നെയാണ്. വഅർസൽനാക ലിന്നാസി റസൂലൻ വകഫാ ബില്ലാഹി ഷഹീദാ. അള്ളാഹു നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകത്വത്തിൽ പരിപൂർണമായി വിശ്വസിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.